നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തു നൽകിയത് കേരള ജനതയുടെ ഒത്തൊരുമ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷ ഭരണകാലയളവിൽ 5 ലക്ഷം പട്ടയം എന്ന ലക്ഷ്യം കൈവരിക്കും റവന്യൂ മന്ത്രി. ഡിജിറ്റൽ റീസർവേ കേരളത്തിന്റെ 2ാം ഭൂപരിഷ്കരണമായി മാറും മന്ത്രി കെ രാജൻ. വിലങ്ങാട് ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കാൻ 6 കോടി രൂപ കൂടി അനുവദിച്ചു. വാർത്തകൾ വിശദമായി. കേരളം നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തു നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 തകർന്നടിഞ്ഞു കിടന്ന നാടിന്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചത്. നാടിനെ കാലോചിതമായി മാറ്റി വികസനം ഉറപ്പുവരുത്തുക എന്ന ദൗത്യവുമായി മുന്നോട്ടു പോയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ് തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തു നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണ്. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ കൂടെ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ളവർ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നൽകിയില്ല. എന്നാൽ ജനങ്ങൾ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുത്തതിനാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. രാജ്യവും ലോകവും ആശ്ചര്യപൂർവ്വം കേരളത്തിന്റെ അതിജീവനം നോക്കിക്കണ്ടു. എല്ലാ സഹായവും നിഷേധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്നു തന്നെ കേരളത്തിന്റെ മികവിനുള്ള പുരസ്കാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വാങ്ങിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സർക്കാരിന് നടപ്പിലാക്കാൻ സാധിച്ചു. നവകേരള സൃഷ്ടിയിൽ വികസനത്തിൽ എണ്ണിപ്പറയേണ്ട നാഴികക്കല്ലുകൾ ഉണ്ട്. ഇനിയും അത് തുടരുന്നതിനായി ജനങ്ങളിൽ നിന്ന് സഹകരണവും പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാർ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് 10 വർഷ ഭരണകാലയളവിൽ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യം ഈ വർഷത്തോടെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി ലഭ്യമാകുന്ന മുറയ്ക്ക് അതിദരിദ്രർക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും ഇതിനായി താലൂക്ക് തലത്തിലും വില്ലേജ് തലത്തിലും ഇടപെടാനുള്ള പ്രത്യേക ടീമിനെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പുഴ, പാറ, കടൽ പുറമ്പോക്ക്, വനഭൂമി, മിച്ചഭൂമി എന്നിങ്ങനെ 175 പട്ടയ പ്രശ്നങ്ങളിൽ ചർച്ച നടന്നു. നിയമപ്രശ്നങ്ങളുള്ള പട്ടയ വിഷയങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ വേണ്ടതിനെക്കുറിച്ച് വിവരശേഖരണവും വേണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഡിജിറ്റൽ റീസർവേ കേരളത്തിന്റെ 2ാം ഭൂപരിഷ്കരണമായി മാറുമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലയിൽ 3ാം ഘട്ട ഡിജിറ്റൽ സർവേ നടപടികളുടെയും പാണഞ്ചേരി വില്ലേജിന്റെ ഡിജിറ്റൽ ലാൻഡ് സർവേ ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരളത്തിലെ റീസർവേ നടപടികൾ അത്ഭുതകരമാം വിധം വേഗത്തിൽ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജിയോളജിക്കൽ സർവേയുടെ സഹായത്തോടെ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ച ഡിജിറ്റൽ റീസർവേയുടെ 3ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 200 വില്ലേജുകളിലും 2ാം ഘട്ടത്തിൽ 238 വില്ലേജുകളിലും റീസർവേ നടപടികൾ പൂർത്തിയായി. 3ാം ഘട്ടത്തിൽ 200 വില്ലേജുകളിൽ റീസർവേ നടപടികൾ നടന്നുവരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്തെ അവശിഷ്ടങ്ങൾ മെയ് മാസത്തോടെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനായി 6 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. വിലങ്ങാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ അനുവദിച്ച 2.49 കോടി രൂപ വിനിയോഗിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. പരിശോധനയിൽ ഇത് അപര്യാപ്തമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെളിയും എക്കലും പാറക്കെട്ടുകളും നീക്കാൻ കൂടുതൽ തുക അനുവദിക്കുകയായിരുന്നു. വിലങ്ങാടിനുള്ള സഹായം വയനാട് ചൂരൽമല ദുരന്തത്തിനിരയായവർക്ക് നൽകുന്നതിന് സമാനമാകണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്.
വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 31 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകി. കുടുംബങ്ങളിലെ 2 പേർക്ക് ദിവസം 300 രൂപ വീതം ധനസഹായം നൽകുന്നത് 1 മാസം കൂടി ദീർഘിപ്പിക്കും. ദുരന്ത ബാധിതരുടെ വൈദ്യുതി ചാർജ് ഒഴിവാക്കും. ദുരന്തങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് പ്രത്യേക അഭയ കേന്ദ്രം ഒരുക്കും. പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികൾ വിലയിരുത്താൻ ഏപ്രിലിൽ തന്നെ ജില്ലാ കളക്ടറുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് കൂട്ടിച്ചേർക്കേണ്ട പ്രവൃത്തികൾ റിപ്പോർട്ട് ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെയും ജില്ലയിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉന്നത യോഗം ചേർന്ന് ആവശ്യമായ ഫണ്ടുകൾ ലഭ്യമാക്കുമെന്നും പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി ആശങ്കയകറ്റുമെന്നും മന്ത്രി പറഞ്ഞു. വൈവിധ്യങ്ങളുടെ ബഹുസ്വരതയാണ് ഇന്ത്യൻ ഭരണഘടനയെ കൂട്ടിയിണക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ പണി പൂർത്തിയാക്കിയ ഭരണഘടനാ ചത്തുരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫെഡറൽ തത്വങ്ങൾക്കും ജനാധിപത്യ വ്യവസ്ഥകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരായതിനാൽ കേന്ദ്രം നടപ്പാക്കിയ പല ബില്ലുകൾക്കെതിരെയും കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയങ്ങൾ പാസാക്കാൻ നിർബന്ധിതമായിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ ഭരണഘടനയെ മുറുകെ പിടിക്കേണ്ട കാലത്ത് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭരണഘടനാ ചത്വരം ഒരുക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ദണ്ഡിയാത്ര, അംബേദ്കർ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യൻ കാർഷിക രംഗത്തെയും സൈന്യത്തെയും ഭരണഘടനാ ചത്വരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലിനീഷ് കാഞ്ഞിലാശ്ശേരിയാണ് പ്രധാന ശില്പി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വരാജ് റൗണ്ടിൽ തന്നെ 250 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് നിൽക്കാനുള്ള സജ്ജീകരണം ഒരുക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും അതിന് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തൃശൂർ പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. 2024 തൃശൂർ ജില്ലയിൽ ഉണ്ടായ അതിശക്തമായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച 1810 പേർക്കുള്ള ധനസഹായത്തിന്റെ ആകെ CMDRF വിഹിതമായ 5,68,35,500 രൂപ വിതരണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തൃശൂർ ജില്ലാ കളക്ടർക്ക് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആലപ്പുഴ ജില്ലാ ഭരണകൂടം, TD മെഡിക്കൽ കോളേജ് എന്നിവയുടെ നേതൃത്വത്തിൽ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയുമായി ചേർന്ന് കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയരോഗ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കുട്ടികളുടെ ഹൃദയരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ 27/4/2025 ഞായറാഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിന് എതിർവശത്തെ അൽ ഹുദ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ജന്മനാ ഹൃദയരോഗം ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടവർ, പല കാരണങ്ങൾ കൊണ്ടും തുടർ ചികിത്സ നടത്താൻ കഴിയാത്തവർ എന്നിവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അർഹരായ കുട്ടികൾക്ക് ആസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ച് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു നൽകും. ആസ്റ്റർ DM ഫൗണ്ടേഷന്റെ ഹാർട്ട് ടു ഹാർട്ട് പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ട നമ്പറുകൾ 85 47 82 01 83, 97 44 82 17 21, അല്ലെങ്കിൽ 85 90 30 35 49. ഡോക്ടർ A. ജയതിലകിനെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.